എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിൻ്റെ 8-ാമത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. 4-ാം ഖലീഫയായ അലി ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായി മാറിയത് മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്. ആരായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു? വിലാദ, അദ്ദേഹം ജനിച്ചത് ഖബലൽ ബിഅസത്തി, പ്രവാചകന് പ്രവാചകത്വം കിട്ടുന്നതിൻ്റെ മുമ്പ്, ബിസനത്തൈൻ 2 വർഷം മുമ്പ്. പ്രവാചകന് പ്രവാചകത്വം കിട്ടുന്നത് 40 വയസ്സിലാണ്. അതിൻ്റെയും 2 വർഷം മുമ്പാണ് മുആവിയ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇനി അദ്ദേഹം മുസ്ലിമായതോ? അൽ ഇസ്ലാം, മുസ്ലിമായത് യൗമി ഫതഹി മക്ക, ഫതഹ് മക്കൻ്റെ അന്നാണ് അദ്ദേഹം മുസ്ലിം ആവുന്നത്. അന്ന് ഉംറുഹു, അദ്ദേഹത്തിൻ്റെ പ്രായത്തിലാണ് 23 വയസ്സാണ്. ഇനി അദ്ദേഹം തുടങ്ങിയത് എങ്ങനെ അറിയോ? കാത്തിബുൽ വഹിയായിട്ടാണ്, വഹി എഴുത്തുകാരനായിട്ടാണ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. ഇനി അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഡമസ്കസിലെ അമീറാണ്. അഹദി ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അമീർ ദിമഷ്കാണ്. ഇനി അഹദി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അദ്ദേഹം അമീർ ഷാം, ദിമഷ്കുണ്ട്, അതോടൊപ്പം തന്നെ ഷാമും കൂടി ബിലാദു ഷാമിൻ്റെ ടോട്ടൽ ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ബൂയ ഫിൽ ഖിലാഫ. അദ്ദേഹം ഖിലാഫത്ത് കൊണ്ട് ബൈഅത്ത് ചെയ്തത് എപ്പോഴാണ് ചെയ്യപ്പെട്ടത്? 41 ഹിജ്റ 41. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിജ്റ 41 അമവിയ ഭരണം തന്നെ തുടങ്ങുന്നത്. ഈ അമവിയ എന്ന് പറഞ്ഞ ഭരണം തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹം ആയതുകൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ എന്ത് പറയുന്നറിയോ? അൽ മുഅസ്സിസുൽ അവ്വലു, ഒന്നാമത്തെ സ്ഥാപകൻ ദൗലത്തിൽ അമവിയ. അമവിയ കാലഘട്ടത്തിലെ ഒന്നാമത്തെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അത് മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ്. അൽ മുഅസ്സിസുൽ അവൽ, ഫസ്റ്റ് ഫൗണ്ടർ ഓഫ് ഉമയ്യ ഡൈനാസ്റ്റി ആരാണ്? മുആവിയ റളിയല്ലാഹു അൻഹു. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ, തൻദീമാത്ത് സിയാസിയ, പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്: 1 നിലാമുൽ വരീദ്, പോസ്റ്റൽ സിസ്റ്റം; 2 ദീവാനുൽ ഖാത്തം ഉണ്ടാക്കി; അതുപോലെ അൽ മഖ്സൂറത്തുൽ സ്വലാത്ത് ഉണ്ടാക്കി; തൻദീമു ഷുർത്തത്ത് ഉണ്ടാക്കി; അൽ ബഹരിയ. ഇതൊക്കെ മുമ്പുള്ള ഭരണാധികാരികൾ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരമാക്കിയിട്ടും എഴുതി കൊടുക്കാൻ കഴിയും. ഇനി നമ്മൾ പഠിക്കുന്നത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 2 ഇൻസിഡൻറ്റുകൾ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുണ്ടാവും. 1 കർബല, 2 മർജറാഹിത്വം. ഈ 2 സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ കർബല യുദ്ധം എന്ന് പറഞ്ഞാൽ? മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം, മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭരണം വളരെ സുസ്ഥിരമായിട്ടുള്ളൊരു ഭരണമാണ് കാഴ്ചവെച്ചത്. മുആവിയ റളിയല്ലാഹു വഫാത്തായപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയാക്കണം, നബി കുടുംബാണല്ലോ എന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് കൂഫക്കാർ പ്രവാചകൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വിളിച്ചു വരുത്താണ്. നിങ്ങളിവിടെ ഒരു 1000കണക്കിന് കത്തുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. നിങ്ങൾ കൂഫയിലേക്ക് വന്ന് ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം, നിങ്ങൾക്ക് ഖിലാഫത്ത് ഏറ്റെടുക്കാം. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ കൂഫക്കാരെ വിശ്വസിച്ച് അങ്ങനെ അങ്ങോട്ട് എത്തുകയാണ്. അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഈ വിവരം അന്നത്തെ ഭരണാധികാരിയാണ് മുആവിയൻ്റെ മകൻ യസീദ് ഈ കാര്യം അറിഞ്ഞു. അങ്ങനെ യസീദ് അബ്ദുല്ലാഹിബിൻ സിയാദിനെ പറഞ്ഞയക്കാണ്. അങ്ങനെ അദ്ദേഹം ഇറാഖിലെ ഭരണാധികാരിയാണ്, അബ്ദുല്ലാഹിബിൻ സിയാദ്. അയാൾ വന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഷഹീദാവുകയാണ്. അപ്പോൾ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് വിശുദ്ധ പ്രവാചകൻ്റെ പേരക്കുട്ടികളെ, പ്രവാചകൻ്റെ രക്തമുള്ള അഹ്ലു ബൈത്തിനെ അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു ഭരണാധികാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരി ആവണമെന്ന് ഉദ്ദേശിച്ച വ്യക്തിയല്ല. പക്ഷേ ആളുകളുടെ സമ്മർദ്ദം, നിങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കണം, അപ്പോൾ അതിൽ വിശ്വസിച്ച് അദ്ദേഹം പോയി. അപ്പോൾ ഈ കർബല എന്നുള്ള യുദ്ധം ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് കർബല. അപ്പോൾ നോക്കൂ, അഹദി മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തൊക്കെ കാന ഹുനാക ഹുദൂഉൻ വസ്തിഖറാറുൻ, അവരുടെ ശാന്തി ഉണ്ടായിരുന്നു, സ്ഥിരമായിട്ടുള്ളൊരു ഗവൺമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു.
എന്നാൽ ബഅദ വഫാത്തി മുആവിയ റളിയല്ലാഹു വഫാത്തായപ്പോഴോ ആദത്ത് ഇലൈഹൽ ഖലാഇലു വൽ മശാക്കിൽ ഭരണപരമായിട്ടുള്ള അസ്വസ്ഥതകൾ അവിടെ ഉണ്ടായി. അഹ്ലുൽ കൂഫയിലെ ആളുകൾ യുക്കാതിബൂനുൽ ഹുസൈൻ റളിയല്ലാഹുവിന് കത്തിടപാട് നടത്തിയിരുന്നു. യുബായിഉ ബിൽ ഖിലാഫ, ഖലീഫയായി ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വിശുദ്ധ പ്രവാചകൻ്റെ സന്തതികൾക്ക് ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ബൽ ലമ ഹദറ ഹുനാക ഹുസൈൻ റളിയല്ലാഹു അവിടേക്ക് വന്നപ്പോഴേക്കിനും ഖാത്തല മഅഹു ജയ്ഷു അബ്ദുല്ലാഹിബിൻ സിയാദിൻ്റെ ജയ്ഷ് അവർ യുദ്ധം ചെയ്യുന്നു. അത്തസ്തുഷ്ഹിദ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്താവാണ്. ഇപ്പോൾ പ്രവാചകൻ്റെ ഈ സന്തതികളുടെ രക്തം കലർന്ന ഭൂമിയാണ് കൂഫയൊക്കെ. അവിടെ നിന്നും ഒരു കാലത്തും പിന്നീട് പ്രവാചകൻ്റെ മക്കളുടെ ആ ഒരു നിണമണിഞ്ഞ ആ ഭൂമിയിൽ പിന്നെ ഒരിക്കലും നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നീട് സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയും. ഇതുപോലെ അമവിയ കാലഘട്ടത്തിലുണ്ടായ മറ്റൊരു സംഭവമാണ് മറജ് റാഹിത്ത്. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പിന്നെ അവിടെ ഏറ്റവും വലിയ ശക്തി ഉണ്ടായിരുന്നത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇങ്ങനെ ഒരു വലിയ ശക്തിയായി മക്കയിലെയും മദീനയിലേക്ക് വാലിയൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ ശക്തിപ്പെടുന്ന സമയം, ആ സമയത്തുണ്ടായ യുദ്ധമാണ് മറജ് റാഹിത്ത്. എന്താണ് മറജ് റാഹിത്ത്? ഇതും നമുക്ക് എക്സാമിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലമ്മാമാത്ത് യസീദ് മൗത്തായപ്പോൾ, മരിച്ചു പോയപ്പോൾ, കാന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആയിരുന്നു വാലി മക്ക വൽ മദീന, മക്കയിലെയും മദീനത്തൊക്കെ വാലിയായിരുന്നു. യുഖവ്വി നുഫൂദഹു, തൻ്റെ ആധിപത്യം ഇങ്ങനെ ശക്തിപ്പെട്ടു വരികയാണ്. ദാനത്ത് ലഹു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കീഴൊതുങ്ങി മുഅ്ലമുൽ വിലായത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാജ്യങ്ങൾ അധിക വിലായത്തുകളും സ്റ്റേറ്റുകളും അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൻ്റെ കീഴിലായി. അപ്പം എന്ത് സംഭവിച്ചു? അപ്പം ഇത് അമവികൾക്കൊരു ഭീഷണിയാണ്. അമവി ഭരണാധികാരികളല്ലാത്ത ഒരാൾ ശക്തിപ്പെട്ടു വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന് പറഞ്ഞ വ്യക്തി ശക്തിപ്പെട്ടു വരികയാണ്. അപ്പോൾ അതവർക്ക് പ്രശ്നമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? ഫഅർസല മറവാനു ജയ്ഷൻ, മറവാൻ അന്നത്തെ ഭരണാധികാരിയാണ്, അദ്ദേഹം ഒരു സൈന്യത്തെ പറഞ്ഞയക്കാണ് മുഹാറബത്തി അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെതിരെ യുദ്ധം ചെയ്യാൻ. അങ്ങനെ ഇത് നടന്നത് മറജ് റാഹിത്തിൽ വെച്ചിട്ടാണ്. അതാണ് മറജ് റാഹിത്ത് സംഭവം എന്ന് പറയുന്നത്. ഈ അമവിയ ഭരണാധികാരികളിൽ ഒരുപാട് ശക്തരായ ഭരണാധികാരികളുണ്ടെങ്കിലും ലോക ചരിത്രത്തിൽ അറിയപ്പെട്ടത് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ ചരിത്രമാണ്. അപ്പോൾ നീതിയുടെ കാവലാളായി, അല്ലെങ്കിൽ 5ാം ഖലീഫ എന്നറിയപ്പെടുന്ന അൽ ഖലീഫത്തുൽ ഖാമിസ് എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്, 5ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലൊക്കെ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. നോക്കൂ, ഉമർ ബിൻ അബ്ദുൽ അസീസ് അൽ ഇസ്മുൽ കാമിൽ, മുഴുവൻ പേരെന്താണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ബിൻ മറവാൻ എന്നാണ്. വിലാദ, അദ്ദേഹം ജനിക്കുന്നത് 50-ലാണ്, ഹിജ്റ 50-ലാണ് ജനിക്കുന്നത്. ഈ നസബുഹു, ഇയാളുടെ കുടുംബ പരമ്പര നോക്കുകയാണെങ്കിൽ യത്തസിലു മിൻ ജിഹത്തിൽ ഉമ്മ വഴിക്ക് നോക്കുകയാണെങ്കിൽ അത് എവിടെ എത്തുന്നുണ്ട്? ലി ഉമർ ബിൻ ഖത്താബ്. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് 5ാം ഖലീഫ എന്ന് പറയുന്നുണ്ട്. നീതിയുടെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ വഴിക്കുള്ളൊരു ബന്ധു കൂടിയാണ് ഇദ്ദേഹം. അദ്ദേഹം പഠിച്ചത് തർബിയത്ത് എവിടെയായിരുന്നു? എഡ്യൂക്കേഷൻ അദ്ദേഹം മദീനയിലാണ് ഫിഖ് പഠിച്ചത്. ഇനി ഇയാൾക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഖിലാഫത്ത് കിട്ടുന്നത്, അദ്ദേഹത്തിന് ഒരിക്കലും ഖലീഫയാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. എനിക്ക് വെറുപ്പായിരുന്നു ഇങ്ങനെ ഖലീഫയൊക്കെ ആവുന്നത്. കാരണം പേടിയാണ്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടാണ്. നമ്മളൊരു ഭരണാധികാരിയായ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരുമല്ലോ. ഇന്നത്തെ ആളുകളുടെ പോലെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി നടത്തുന്ന ആളുകളല്ല. അപ്പോൾ ഖിലാഫത്ത് ഉമർ അബ്ദുൽ അസീസിൻ്റെ ഖിലാഫത്ത് ഔസാലഹു, ഇദ്ദേഹത്തിന് വേണ്ടി വസിയത്ത് ചെയ്തു സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഖബല വഫാത്തി. സുലൈമാൻ അബ്ദുൽ മലിക്കിൻ്റെ ആഗ്രഹമായിരുന്നു തനിക്ക് ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് ആവണമെന്ന്. അങ്ങനെ തവൽ ഖിലാഫത്ത, അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത് വഹുവ ബാക്കിൻ, കരഞ്ഞുകൊണ്ടാണ്. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഇങ്ങനെ പോകുമ്പോൾ ഉമർ അബ്ദുൽ അസീസ് ഇങ്ങനെ കരയണത് കണ്ടു. നിങ്ങൾ എന്തിനാണ് കരയണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖശിയത്ത സുആലില്ലാഹി അൻ റഇയത്തിൽ ഫുഖറാ, എൻ്റെ പ്രജകൾ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അള്ളാഹു ചോദിക്കുകയില്ലേ എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത,
ജറദ കുല്ല നഈമി ദുനിയ, ദുനിയാവിലെ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കിയിട്ടുള്ളൊരു ഭരണാധികാരിയാണ്. മാത്രമല്ല റദ്ദൽ അംവാലല്ലത്തി വഹബത്ത് ലഹു, തനിക്ക് കിട്ടിയ മുഴുവൻ സ്വത്തും അങ്ങോട്ട് കൊടുത്തില്ല, ബൈത്തുൽ മാൽ ട്രഷറിയിലേക്ക് അങ്ങോട്ട് അടച്ചു. പിന്നെയോ മുസ്ലിമായ ആളുകൾക്ക് നികുതി ഇളവ് കൊടുത്തു. റഫഅൽ ജിസിയ ഉയർത്തിയ മുസ്ലിമായ ആളുകൾക്ക്. പിന്നെ നാലാമതായി അസുലഹൽ അറാലി അലിസിറ, ഭൂമിയൊക്കെ കൃഷി ചെയ്തു. അങ്ങനെ അവിടുത്തെ സാമ്പത്തിക രംഗം ശക്തിപ്പെട്ടു എന്നാണ്. ഇൻതഅശ, ഉണർന്നു. അൽ ഹയാത്തുൽ ഇഖ്തിസാദിയ, സാമ്പത്തിക ജീവിതം ഫി ഹദിയാള കാലത്ത്. അദ്ദേഹം വഫാത്തായത് റജബ് 25 101 ഹിജറയിലാണ്. പിന്നെ അദ്ദേഹത്തിന് മുദ്ദത്തുൽ ഖിലാഫ 2 വർഷവും 5 മാസമാണ്. സനത്തൈനി വ 5 അശ്ഹുറാണ്.